നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത് കൃത്യമായ ഒരു അജണ്ടയുടെ ബേസിലായിരിക്കും. ഒരു പക്ഷേ പതിറ്റാണ്ടുകളായി കാലങ്ങളായി ആ ബന്ധം ആരൊക്കെ ഭരണത്തിൽ അധികാരത്തിൽ മാറിയും തിരിഞ്ഞും വന്നിരുന്നാലും രാജ്യാന്തര ബന്ധം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളോടും സ്വീകരിച്ചു കൊണ്ടിരുന്ന ആ നിലപാടുകൾ അതുപോലെ തന്നെ തുടരുന്നതാണ് പതിവ്. എന്നാൽ ആ ബന്ധത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ കൂടുകയോ അല്ലെങ്കിൽ ബന്ധം വഷളാവുകയോ ഒക്കെ ചെയ്യുന്നത് ആ രാജ്യത്തെ തലവൻ്റെ കാഴ്ചപ്പാടിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളിലൂടെയൊക്കെയാണ് ബന്ധം വഷളാകുന്നതും അതുപോലെ കൂടുതൽ സുതാര്യമാവും ദൃഢമാകുന്നതും. ഫ്രാൻസുമായി ഇന്ത്യ പുലർത്തുന്ന അടുത്ത സൗഹൃദം പുതിയ തലത്തിലേക്ക് നയതന്ത്ര ബന്ധം ആഗോളതലത്തിൻ്റെ തന്ത്രപരമായ പങ്കാളിത്തമാക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇപ്പോൾ കഴിഞ്ഞ മുംബൈയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. ഏറെ ദൃഢവും പഴക്കം ചെന്നതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം. പ്രസിഡന്റ് മക്രോയുടെ പിന്തുണയാൽ ഈ ബന്ധത്തിന് സമീപകാലത്ത് കൂടുതൽ ഊർജം ലഭിച്ചു. നമുക്കറിയാലോ, ഈ മക്രോ എന്ന് പറയുന്നത് ആദ്യം അധികാരത്തിൽ വരുന്നത് 2017 മെയ് 7 ഇലക്ഷൻ നടന്നു. മെയ് 14 അദ്ദേഹം അധികാരത്തിലെത്തി. അന്ന് കേവലം 39 വയസ്സുള്ള നമ്മുടെ ഇമ്മാനുവൽ മക്രോ ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായിട്ടാണ് അധികാരമേറ്റത്. അതിനുശേഷം 2022 മെയ് 7 വീണ്ടും അദ്ദേഹം രണ്ടാമതും അധികാരമേറ്റു. ഈ 2017 ഇമ്മാനുവൽ മക്രോൺ വന്നതിന് ശേഷമാണ് ഈ ബന്ധത്തിന് കൂടുതൽ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോടൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന പ്രസിഡൻ്റാണ് ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മക്രോൺ. ഈ പരസ്പര വിശ്വാസത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. പ്രവചനാതീതമായ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ സ്ഥിരതയും പുരോഗതിയും നൽകും. പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെയാണ്. 1998 ഇന്ത്യ ആണവ പരീക്ഷ നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഇന്ത്യയെ വിമർശിക്കാതിരുന്ന UN രക്ഷാസമിതിയിലെ ഏക സ്ഥിരാംഗ രാഷ്ട്രമായിരുന്നു ഫ്രാൻസ്. ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ ശക്തമായി അന്ന് എതിർക്കുകയും ചെയ്തു. അന്നു മുതൽ ഫ്രാൻസുമായി ഇന്ത്യ പടിപടിയായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രതിരോധ മേഖലയിൽ US, റഷ്യ എന്നീ രാജ്യങ്ങളായിരുന്നു മുൻപ് ഇന്ത്യ ആശ്രയിച്ചിരുന്നതെങ്കിൽ 2016 36 റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങിയത്. അതിന് പിന്നാലെ നാവികസേനയ്ക്ക് വേണ്ടിയും റഫാലിൻ്റെ നേവൽ പതിപ്പ് വാങ്ങാൻ കരാറായി. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. സ്കോർപീൻ അന്തർവാഹിനി പദ്ധതിയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ ഫ്രാൻസ് സന്നദ്ധരാണെന്നത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ്. സിവിൽ ആണവോർജം, പ്രതിരോധം, ബഹിരാകാശം എന്നീ പ്രധാന മേഖലകളിലെല്ലാം ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് ഇന്ന് ഫ്രാൻസ്. 50% ഊർജം ആണവ പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏക രാജ്യമാണ്. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നില്ല. ചൈനയ്ക്ക് സൈനിക അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കുന്നില്ല. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ 370 വകുപ്പ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയ ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ചൈന UN രക്ഷാസമിതിയെ സമീപിക്കാൻ ഒരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഫ്രാൻസാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഈ നീക്കങ്ങൾക്ക് തടയിട്ടത്. അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഫ്രാൻസ് എന്നും എക്കാലത്തും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മയോട്ടെ ഉൾപ്പെടെയുള്ള ദ്വീപുകൾ ഇപ്പോഴും ഫ്രഞ്ച് അധീനതയിലാണ്. UAE-യിലും ജിബൂട്ടിയിലും സൈനിക സാന്നിധ്യവുമുണ്ട്. ഇതെല്ലാമാണെങ്കിലും എന്നും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകളുമായി ഇന്ത്യയുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു കാഴ്ചപ്പാടോടെയാണ് ഈ ഇമ്മാനുവൽ മക്രോൺ വന്നതിന് ശേഷം ഫ്രാൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു റഷ്യ പോലെ തന്നെ ഇസ്രായേൽ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു വലിയ സുഹൃത്ത് രാജ്യമായി ഫ്രാൻസ് മാറി. ഇതുപോലെ ഇനി വരുന്ന കാലങ്ങളിലും ഫ്രാൻസുമായി പ്രതിരോധ രംഗത്ത് നിരവധി കരാറുകൾ, സുപ്രധാന കരാറുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.